ഹലോ ഗൈസ്, ഞാൻ ഈ കുന്തം വിഴുങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കുന്ന എന്താണെന്നറിയോ? ഞാൻ സൂപ്പറായിട്ട് വീഡിയോയ്ക്ക് റിവ്യൂ കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. ഇതെനിക്ക് എത്രാമത്തെ പ്രാവശ്യം പറ്റുന്നെന്ന് ഒരു ഐഡിയ എനിക്ക് തന്നെ ഇല്ല. എന്തായാലും ഞാൻ ഇനി ഒന്നുകൂടി ഇതെല്ലാം തിന്ന് കാണിക്കണമല്ലോ. പിന്നെ തിന്ന് കാണിക്കുന്നതിന് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഞാൻ ഇത്രയും ഡയലോഗ് പറഞ്ഞല്ലേ. ഇതായിരുന്നു ഞാൻ നേരത്തെ തന്ന റിവ്യൂ. ഒന്നുകൂടെ തരാൻ പോവുക. ഇത് നമ്മൾ കോട്ടയം ലുലുമാളിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കോട്ടയം ലുലുമാളിൽ പോകുന്നത്. ആൻഡ് അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്ത സ്വീറ്റ്സിന്റെ റിവ്യൂ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി ഇതിൽ ഞാൻ രണ്ട് സ്വീറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഗുലാബ് ജാമിൻ്റെ ഒരു പീസ് ഞാൻ ഇന്നലെ വെച്ചു. എന്തായാലും ഞാൻ ബാക്കി കഴിക്കാൻ കൊണ്ട് ഞാൻ കഴിച്ചതാണ് കഴിച്ചു. എന്നിട്ട് ആ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പം ദാറ്റ്സ് ഓക്കെ. ഇത് കാലാജാമുനാണ്. അപ്പോൾ കാലാജാമുൻ ഞാൻ നിങ്ങൾക്ക് തിന്ന് കാണിക്കാം. ആദ്യത്തെ വീഡിയോയിൽ എക്സ്പ്രഷൻ മടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ എക്സ്പ്രഷൻ വരുന്നില്ല. പക്ഷേ ദിസ് ഈസ് ടു ഗുഡ്. ടു ഗുഡ്. എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഇത് ഞാൻ കുറേ റിവ്യൂ തന്നതുകൊണ്ട് ഇപ്പോൾ തരാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ കാലാജാമുന് കോസ്റ്റ് വന്നത് കാലാജാമുന് 2 ജാമിന് 46 രൂപയാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ഈ മിൽക്ക് പേടയാണ്. മിൽക്ക് പേട അല്ല, നോർമൽ പേടയാണ്. നമുക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ കഴിച്ചില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞുതരാം. ഇത് പേട, ഇത് മിൽക്ക് പേട, ഇത് പ്ലെയിൻ ബർഫി, ഇത് കാജു കത്ലി, ഇത് കാജു ദിൽകുഷ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കാജു കത്ലിയാണ്. ആസ് ഓൾവേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു കാജു ദിൽകുഷ്. കാരണം കാജുവിൻ്റെ തന്നെ ടേസ്റ്റാണ് ഇതിനുള്ളത്. പക്ഷേ കൊള്ളാം കൂടാം. പക്ഷേ എന്നെ പറ്റിച്ചത് ബാക്കി 4 വേണം. എനിക്ക് 4 കഴിച്ചിട്ട്, അത് പ്ലെയിൻ ബർഫി അല്ല 3. പ്ലെയിൻ ബർഫി, പ്ലെയിൻ പേട, മിൽക്ക് പേട, 3 ഒരുപോലെ ടേസ്റ്റാണ്. ഒരു മാറ്റവും ഇല്ല. ബർഫിക്കും പേടയുടെ ടേസ്റ്റ്, പേടയ്ക്കും ബർഫിയുടെ ടേസ്റ്റ്. പേട കഴിച്ചാൽ അതേ ടേസ്റ്റാണ് കുന്തത്തിനും. മിൽക്ക് പേട കഴിക്കാമെന്ന് വെച്ചാൽ അതേപോലെ കുറച്ച് ആകൃതികൾക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സോ ഇഫ് ഐ റേറ്റ് ഈ സ്വീറ്റ്സിന് ഞാൻ 10 റേറ്റ് ചെയ്യുകയാണെങ്കിൽ 4.5 കൊടുക്കത്തുള്ളൂ. ഇത് ഞാൻ കൊടുക്കുന്നത് തന്നെ കാജു കത്ലി, കാജു ദിൽകുഷ്, കാലാജാമുൻ, ഈ 3 വേണ്ടി മാത്രമല്ല. അത് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അത്യാവശ്യം സ്വീറ്റ്സ് കഴിക്കുന്ന ആളാണ്. ആൻഡ് യെസ്, ഞാൻ പല സ്ഥലത്തു നിന്നും സ്വീറ്റ്സ് മേടിക്കും. നല്ല ഒത്തൻറ്റിക് സ്വീറ്റ്സ്, ദേശികയുടെ സ്വീറ്റ്സ് എല്ലാം മേടിക്കും. ഞാൻ പറയുന്നില്ല നോർത്ത് ഇന്ത്യനെ പോലെ അതേ ടേസ്റ്റ് ഇവിടെ വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ദെൻ ഇവിടെ കുറേ സ്വീറ്റ് കടയുണ്ട് അത്യാവശ്യം നല്ല ഒത്തൻറ്റിക് ടേസ്റ്റിൽ തരുന്ന. അതാണ് ഇപ്പോൾ നമ്മൾ എറണാകുളം ലുലുമാലിൽ പോയാൽ പോലും അവിടുത്തെ സ്വീറ്റ്സ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. പക്ഷേ എനിക്ക് അവിടുത്തെ സ്വീറ്റ്സ് ഇഷ്ടപ്പെട്ടില്ല. That's it guys. If you want me to do different videos, please comment me. എന്നാലല്ലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ് ഇഷ്ടം. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ആ ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നത്.